ഏതൊരാളുടെയും ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് സ്വന്തമായൊരു വീട് എന്നത്. എന്നാൽ ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവയിൽ ചിലത് നമുക്കിവിടെ പരിശോധിക്കാം. താളിയോല എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഐശ്വര്യക്ഷയം വരുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രസ്താവിക്കുന്നത്. ഭവനത്തിൽ ഐശ്വര്യക്ഷയം വരുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അവയിൽ ഏറെക്കൂറും വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ്. ഉദാഹരണമായി, ചില വ്യക്തികളുടെ ദൃഷ്ടി ദോഷപ്രദമെന്ന് ചിലയിടങ്ങളിൽ വിശ്വാസമുണ്ട്. ആയില്യം നക്ഷത്രജാതര നോക്കിയാൽ നോട്ടമേൽക്കുന്ന ഭവനത്തിൽ ഐശ്വര്യക്ഷയവും ദുരിതങ്ങളും ഉണ്ടാകുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. ആയില്യം നക്ഷത്രത്തിൻ്റെ മൃഗം സർപ്പങ്ങളായതിനാൽ ആ നക്ഷത്രക്കാർക്കും സർപ്പദൃഷ്ടി ഉണ്ടാകുമെന്നും ആ ദൃഷ്ടി ദോഷകരമെന്നുമാണ് പറയപ്പെടുന്നത്. ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊരു ദോഷത്തെക്കുറിച്ച് എങ്ങും പരാമർശിച്ചിട്ടുള്ളതായി കണ്ടിട്ടില്ല. എന്നാൽ പലരിലും ഇത് രൂഢമൂലമായിട്ടുള്ള ഒരു വിശ്വാസമാണ് താനും. ആയില്യം അയൽദോഷി എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. ആയില്യജാത സ്ത്രീകളുടെ ദൃഷ്ടിക്ക് ദോഷം കൂടുമത്രേ. എന്തായാലും സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യേണ്ട ഒരു വിശ്വാസമാണിത്. ആയില്യ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരാൾ അയൽപക്കത്തുള്ളതാണ് ദോഷങ്ങളുടെയൊക്കെ കാരണം എന്ന മട്ടിലുള്ള വിശ്വാസങ്ങൾ അടിസ്ഥാനരഹിതം തന്നെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദൃഷ്ടി ദോഷശാന്തിക്കായി പല കർമ്മങ്ങളും പലരും അനുഷ്ഠിച്ചു കണ്ടിട്ടുണ്ട്. മുള വെച്ച് പിടിപ്പിക്കുക ഇതിൽ പ്രധാനമാണ്. ഇലയ്ക്ക് വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള സർപ്പഗന്ധി എന്ന സസ്യം നട്ടു വളർത്തുന്നതും സർപ്പദൃഷ്ടി ദോഷത്തിന് പരിഹാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെളുത്തുള്ളിയുടെ ഗന്ധം പാമ്പുകൾക്ക് അസഹനീയമാണെന്ന് ഓർക്കുക. ഗരുഡയന്ത്രം വിധിപ്രകാരം എഴുതി സ്ഥാപിക്കുന്നതും മറ്റൊരു പരിഹാരമാണ്. വീടിൻ്റെ പുറംഭിത്തിയിൽ അല്പം ഭാഗം സിമൻറ്റ് തേക്കാതെ ഒഴിച്ചിടുന്ന രീതി ചിലയിടങ്ങളിലുണ്ട്. വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കരുത് എന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ. ലാൽ കിതാബിൽ ഈ വിശ്വാസത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇത്തരത്തിൽ അല്പഭാഗം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അവിടെ മഹാലക്ഷ്മി കുടികൊള്ളുകയില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ഒഴിവാക്കിയിടാതെ പണി പൂർത്തിയാക്കിയ വീട്ടിൽ ശുക്രനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്നത് പരിഹാരമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വീട്ടിനുള്ളിലോ സമീപത്തോ ദേവതകളെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നതും ദോഷഫലങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് വിശ്വാസമുണ്ട്. ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അശുഭമല്ല. എന്നാൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് അഭിഷേകാദി കർമ്മങ്ങൾ നടത്തി ആരാധിക്കുന്നത് ചിലപ്പോൾ ദോഷപ്രദമായേക്കാം. ഗാർഹികമായ അശുദ്ധികൾ ബാധിക്കുമെന്നതിനാൽ എന്നും നിഷ്ഠയോടെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഭവനത്തിൽ നടത്തുക പ്രായോഗികമല്ലാത്തതിനാലുമാണ് വിഗ്രഹപ്രതിഷ്ഠ ഭവനങ്ങളിൽ അശുഭമാണ് എന്ന് പറയുന്നത്. അതുപോലെ ദാരിക നിഗ്രഹം തുടങ്ങിയ ഘോരചിത്രങ്ങളും വീടുകളിൽ സൂക്ഷിക്കുന്നത് ശുഭമല്ല. കിടപ്പുമുറിയിലും മറ്റും ഹനുമാന്റെ ചിത്രം സൂക്ഷിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില വളർത്തുമൃഗങ്ങൾ കുടുംബത്തിന് ദോഷം ചെയ്യുമെന്ന വിശ്വാസമുണ്ട്. അമാവാസി, കൃഷ്ണപക്ഷ ചതുർത്ഥി, ഗ്രഹണം തുടങ്ങിയ സമയങ്ങളിൽ ജനിച്ച വളർത്തുമൃഗങ്ങൾ അശുഭങ്ങളാണ്. കറുത്ത പൂച്ച, മുടന്തുള്ളതും കൂവുമ്പോൾ ശബ്ദം പ്രയാസപ്പെട്ട് പുറത്തു വരുന്നതുമായ കോഴി, കറുത്ത നാവും അണ്ണാക്കുമുള്ളതോ 7 പല്ലുകളുള്ളതോ വാൽ ചുരുണ്ടതോ നേരെ മേൽപോട്ടോ ഇരിക്കുന്നതോ ആയ ആട് തുടങ്ങിയവയും അശുഭങ്ങളാണെന്ന് ബൃഹത് സംഹിതയിൽ മറ്റും പറഞ്ഞിട്ടുണ്ട്.